എന്തിട്ട് പരിപാടി മക്കളെ. അങ്ങനെ നമ്മൾ 3 ദിവസമായിട്ട് ഈ ഹോട്ടലിൽ തന്നെ നടന്നിട്ട് സ്റ്റേ കണ്ടില്ലേ. സൈക്കിൾ ഇട്ടിരിക്കുന്നുണ്ട് 3 ദിവസമായിട്ട്. സൈക്കിളൊക്കെ എന്താണ് അവസ്ഥ. ഇന്നലെയൊക്കെ മഴ പെയ്തിട്ട് എൻ്റെ കാക്ക നനഞ്ഞിരിക്കണേ. അപ്പോൾ അധികം നടക്കലൊന്നുമില്ല. നാളെ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ നാളെ ഇവിടെ നിന്ന് എങ്ങനെയും വേഗം പോകാനുള്ള പരിപാടി നോക്കണം. എന്നിട്ട് ബിസ്ക്കറ്റൊക്കെ കൊടുക്കണം. കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം എല്ലാം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പരിപാടി നോക്കാമെന്നാണ്. ഇപ്പോൾ ഇത്ര ദിവസം സ്റ്റേ ഒക്കെ നോക്കിയിട്ട് കുറേ ആൾക്കാർ നോക്കി കിട്ടിയില്ല. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് ഉണ്ട് ഇതേപോലെ കപ്പിൾസായിട്ട് ഇറങ്ങിയിട്ടുണ്ടാണ് എന്താ നാട്ടിൽ നിന്ന്. അവർ ഇപ്പോൾ വിളിച്ചിട്ട് മറ്റേ അഷ്കർ എന്ന് പറഞ്ഞില്ല, അവൻ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പോസ്റ്റായിട്ട് നിൽക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു അയ്യോ ഇവിടെ സ്റ്റേ ഉണ്ട് പറയേണ്ടതെന്നൊക്കെ എന്നോട് വിളിച്ച് ഷെയർ ചെയ്തു. അപ്പം നാളെ ഞാൻ ഇങ്ങനെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കതും ഈ പറഞ്ഞ പോലെ മിക്കതും സൈക്കിൾ ചിലപ്പോൾ ഷിലോങ്ങിൽ തന്നെ വെച്ചിട്ട് ലിഫ്റ്റ് അടിച്ച് വന്നിട്ട് പരിപാടിയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നോക്കി കോടയൊക്കെ ഇറങ്ങി തുടങ്ങിയിവിടെ. കണ്ട കോട വന്ന് തുടങ്ങി ഇവിടെ. ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാം എന്തായാലും. ഇവിടെ 3 ദിവസമായിട്ട് പോസ്റ്റ് ഇറങ്ങി. ഇവിടെ ഒരു വലിയ സുഖമില്ല ഏട്ടായി പറഞ്ഞ പോലെ. എനിക്ക് ദഹിക്കുന്നില്ല. മലയാളികളൊക്കെ കുഴപ്പമില്ലാണല്ലോ, പക്ഷേ ബാക്കിയുള്ള ആൾക്കാർ വലിയ കഥയൊന്നും തോന്നുന്നില്ല. എന്തായാലും നോക്കട്ടെ, നല്ല കുറച്ച് നടന്നിട്ട് വരാം. നമ്മളങ്ങനെ വീണ്ടും ഷിലോ മാർക്കറ്റിൻ്റെ അവിടേക്ക് ഇറങ്ങിയത് കേട്ടോ. നോക്കിയേ അവിടെയൊക്കെ ഫുള്ള് കോട പറഞ്ഞ തുടങ്ങി. ഫുള്ള് കോട പറഞ്ഞാൽ ഫുള്ള് കോട ഒരു 5 കളിയാണ്. നല്ല തിരക്കാട്ടാ. എന്ത് തിരക്ക് ഈ നേരത്തൊക്കെ. തിയേറ്ററാണത്. ഇവിടെ തിയേറ്ററിൻ്റെ തോന്നുന്നില്ല ഒരു ബിജാവോ സിനിമ തിയേറ്ററാണ്. ഇവിടെ എന്താ ഇത്ര തിരക്ക്? തിയേറ്ററായിരുന്നു അത്ര തിരക്ക്. ഫുള്ള് കോട പറഞ്ഞു തുടങ്ങിയിട്ട് നോക്കി നല്ലൊരു അന്തരീക്ഷമായി. വയറ് വെള്ളിയൊന്നും തുടങ്ങി തടവ് കൂടിയിട്ട് അന്തരീക്ഷം എന്നൊന്നും പറയാനില്ലല്ലോ. തൊപ്പി ഞാൻ ചെടിഞ്ഞ് ചെയ്തിട്ടില്ലെന്ന്. തൊപ്പിടാതെ തന്നെ നല്ലതാണ്. കൊണ്ട് ഇത്ര കോട ഉണ്ടാകുന്ന പ്രതീക്ഷിച്ചില്ലേ. ഇപ്പോൾ ഭയങ്കര കോടയായി. ഇവിടെ എത്ര ഭാഗത്തിൻ്റെ തിരക്കുള്ളൂട്ടോ. പിന്നെ അവിടെ നിന്ന് തിരക്കൊന്നുമില്ല കാര്യമായിട്ട്. ഇവിടെ ഇന്നലെ രാത്രി പാർട്ടികൾ പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാ ശനിയാഴ്ചയുണ്ട്. ഇവിടെ 3 ക്ലബ്ബിലാണ്ടാണ് പരിപാടി നടക്കുന്നത്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂം 10 മണിക്കുള്ള ഇവിടെ പരിപാടി തുടങ്ങുമ്പോൾ 8 മണിയാവും. അപ്പോൾ അത് കാരണം ഞാൻ വെറുതെ ചോദിച്ചു നോക്കി. പക്ഷെ നടക്കില്ല. ഒറ്റ പോസ്റ്റാണ്. ഇവിടെ റൂമുകളൊക്കെ എടുക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ റൂമുകളൊക്കെ 10 മണിയാകുമ്പോഴേക്കും അടയ്ക്കും. 10 മണി വരെയുള്ള പരിപാടികൾ നടക്കുള്ളൂ. 10 മണി കഴിഞ്ഞാൽ കയറ്റില്ല. ഞാൻ അപ്പോൾ 3 സ്ഥലത്ത് ഇവിടെ വന്നിട്ട് റൂം നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ 3 സ്ഥലത്തും 10 മണിയാകുമ്പോഴേക്കും കടകളൊക്കെ മൊത്തം അടയ്ക്കും. അങ്ങനെ അവസ്ഥ. ഷിലോങ്ങിൽ കൂടെ നടക്കാട്ടെ. ഇപ്പോൾ സമയം എത്രയെന്ന് അറിയോ? 5:30 സമയം. ആരെങ്കിലും പറഞ്ഞു ശരിക്കും അവർ നോക്കട്ടെ. സംശയം ഞാൻ കാണിച്ചു തരാം. 5:30 കണ്ടില്ലേ? 5:30 നേരത്തുള്ള ഇരുട്ടാണ്. നോക്കിയാൽ ഫുള്ള് ഇരുട്ടായി. ഇവിടെ ഒന്നുമില്ല. പറഞ്ഞില്ല 5 മണിയാകുമ്പോഴേക്ക് ഇരുട്ടാവുന്നു. ഇതാണ് അവസ്ഥ. ഫുള്ള് 5:30 ആയപ്പോഴേക്കും ഒന്നും കാണാല്ലേ നിലയ്ക്കാണ്. ഞാൻ കുറച്ച് മറ്റേ മൾട്ടി വിറ്റാമിൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരിക. എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കണമെന്ന് ഞാൻ നടന്നു തരില്ലേ. പോയി പറഞ്ഞ പോലെയാണ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറച്ച് മൾട്ടി വിറ്റാമിൻ ടാബ്ലറ്റുകളൊക്കെ വാങ്ങിച്ചിട്ട് പോയിതാ. കണ്ടില്ലേ? ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അല്ലാണ്ട് ഇനി കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ അങ്ങനെയാണ് പരിപാടി മക്കളെ. ഇനി റൂമിലേക്ക് പോകണമെന്നുണ്ട്. പക്ഷേ 5:30 ആയിട്ടുള്ളൂ. റൂമിൽ ഒരു പ്രത്യേകിച്ചും ചെയ്യാനും ഇല്ലേ. അങ്ങനെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ബ്രെഡും മുട്ട കുത്തിപ്പൊരി വേറൊന്നുമില്ല.
അത് വെച്ചിട്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. ഇങ്ങനെയാണ് പരിപാടികൾ മക്കളെ ഇവിടുത്തെ. ഇതിനുള്ള മൊത്തം പുകയും ഹോട്ടലിൻ്റെ ആൾക്കാർ കൊണ്ട് വിളിക്കുന്നുണ്ട്. ശരി, ഞാൻ കഴിക്കട്ടെ കേട്ടോ.